ഹായ് ഹലോ എല്ലാവർക്കും വെൽക്കം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ലാസ്റ്റ് നമ്പർ ഓഫ് ഡേയ്സിൽ നമ്മുടെ ഓഡിറ്റിംഗ് എക്സാമിന് മുമ്പായിട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഫോക്കസ് കൊടുത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണ്, അതിൻ്റെ ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. സോ ഈ ഒരു ലൈവിലൂടെ നിങ്ങൾക്ക് ഒരു ഷ്യൂർ ആയിട്ടുള്ള ഒരു 50 മാർക്സ് എങ്കിലും ഷ്യൂർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് എൻ്റെ ഒരു കോൺഫിഡൻസ്. സോ നമ്മൾ ഓരോ മോഡ്യൂൾസിലും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കുറച്ച് ടോപ്പിക്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്, നമ്മൾ ഇനി പഠിക്കേണ്ടതായിട്ടുള്ള, ഇനി പഠിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട്. ഈ ഒരു ടോപ്പിക്സ് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ബെറ്റർ മാർക്ക് തന്നെ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. സോ നമ്മുടെ മൊഡ്യൂൾ 1 വരുവാണെന്നുള്ളത് നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റ് ഇതാണ്, ഓഡിറ്റിംഗ് ആൻഡ് അഷുറൻസ്. അപ്പോൾ ഓഡിറ്റിങ്ങിൻ്റെ ഡെഫിനിഷൻ നമ്മൾ മസ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കണം. ഓഡിറ്റിംഗ് ഡെഫിനിഷൻ നമുക്ക് 2 അല്ലെങ്കിൽ 3 മാർക്സിനൊക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ ഓഡിറ്റിംഗ്. ഇനി പോട്ടെ, മീനിങ് ആണ് ചോദിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനിഷൻ തന്നെ എഴുതിയാൽ മതി. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഓഡിറ്റിംഗിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് അല്ലെ, 3 ഡെഫിനിഷൻ ഉണ്ടായിരുന്നു നമുക്ക്. അതിൽ നമ്മൾ ICAR ഡെഫിനിഷനാണ് സ്റ്റിക്ക് ഓൺ ചെയ്തത് എങ്കിലും മറ്റു ഡെഫിനിഷൻസ് പഠിച്ചിട്ടുള്ളവർക്ക് കുഴപ്പമില്ല, ആ ഡെഫിനിഷൻ ആണ് എഴുതിയാൽ മതി. ഇനി ഇതുവരെ ഡെഫിനിഷൻ ഒന്നും പഠിക്കാത്തവർക്ക് നമുക്കിപ്പോൾ പഠിക്കാം. നമ്മൾ എങ്ങനെയാണ് ഡെഫിനിഷൻ പഠിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ബ്രേക്കപ്പ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് അത് ഓർത്തിരിക്കും. ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിട്ട് പോയിന്റ്സ് മറന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് ഇവിടെ ഉണ്ടാവത്തേ ഇല്ല. സോ ICAR ഡെഫിനിഷൻ എന്താണ് പറയുന്നത്? ഓഡിറ്റിംഗ് ഇസ് എൻ ഇൻഡിപെൻഡന്റ് എക്സാമിനേഷൻ എന്നാണ് പറയുന്നത്. മീനിങ് വെച്ചാൽ ഇതിന് എഴുതിയാൽ മതി, മാർക്ക് കിട്ടും ഉറപ്പാണ്. എന്താണ് നമ്മൾ എക്സാമിൻ ചെയ്യുന്നത്? ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആണ് ഓഫ് എനി എൻറ്റിറ്റി, വെദർ പ്രോഫിറ്റ് ഓറിയന്റഡ് ആയിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ, റെസ്പെക്റ്റീവ് ഓഫ് ഇറ്റ് സൈസ്, ലീഗൽ ഫോം. എന്തിനാണ് ഈ എക്സാമിനേഷൻ നടത്തുന്നത്? വെൻ സച്ച് ആൻ എക്സാമിനേഷൻ ഈസ് കണ്ടക്റ്റഡ് വിത്ത് എ വ്യൂ ടു എക്സ്പ്രസ് ആൻ ഒപ്പീനിയൻ ദെയർ. ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഒരു ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻഡിപെൻഡന്റ്ലി നമ്മൾ എക്സാമിൻ ചെയ്യുന്നത്. ഇത്രേ ഉള്ളൂ നമ്മുടെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇത്ര എഴുതിയാൽ നിങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടുന്നത്? 2 to 3 മാർക്സ് ആണ് അവിടെ കിട്ടുന്നത്. സോ ദെൻ വന്നിട്ട് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രൈമറി ഒബ്ജക്റ്റീവ്സും ഉണ്ട്, സെക്കൻഡറി ഒബ്ജക്റ്റീവ്സും ഉണ്ട്. ഇതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സെക്കൻഡറി ഒബ്ജക്റ്റീവ്സ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഡിറ്റക്ഷൻ ഓഫ് എറേഴ്സ്, അതുപോലെ തന്നെ ഡിറ്റക്ഷൻ ഓഫ് ഫ്രോഡ്, ഇതിൻ്റെ പ്രിവെൻഷൻ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കേണ്ടത്. എന്താണ് എറർ, അതുപോലെ തന്നെ എന്താണ് ഫ്രോഡ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചതായിരുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. നമ്മുടെ ഒബ്ജക്റ്റീവ്സിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയാണോ നോക്കട്ടെ, ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈമറി ഒബ്ജക്റ്റീവ്സിൻ്റെ കുറച്ച് പോയിന്റ്സ് ഉണ്ട്, അത് നിങ്ങൾ വായിച്ച് നോക്കുക. നമ്മൾ സെക്കൻഡറി ഒബ്ജക്റ്റീവിലാണ് ഇപ്പോൾ കോൺസെൻട്രേഷൻ കൊടുക്കുന്നത്. ഡിറ്റക്ഷൻ ഓഫ് എറേഴ്സ്, ഡിറ്റക്ഷൻ ഓഫ് ഫ്രോഡ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്. എന്തായിരുന്നു നമ്മളുടെ എറർ എന്ന് പറയുന്നത് എന്താണ്? The books innocently but sometimes they are deliberately committed to cover some dishonest transaction. അത് ഇന്നസെൻ്റ്ലി നടക്കുന്ന മിസ്റ്റേക്സ് ആവും, അല്ലെങ്കിൽ ചില ട്രാൻസാക്ഷൻസിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, കവർ ചെയ്യാൻ വേണ്ടി, ഡിസോണസ്റ്റ് ട്രാൻസാക്ഷൻസിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന മിസ്സിങ് ആയിട്ടുള്ള കാര്യങ്ങളാവാം. ഡിസോണസ്റ്റ്ലി ഡെലിബറേറ്റ്ലി നടത്തുന്ന മിസ്റ്റേക്കുകളാവാം എന്ത് എറർ എന്ന് പറയുന്നത്. പക്ഷെ ഫ്രോഡ് എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്? ഒരാളെ ഡിഫ്രോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വമായിട്ട് ഇൻറ്റൻഷനലി ചെയ്യുന്ന ഒരു മിസ്റ്റേക്കിനെയാണ് നമ്മൾ ഫ്രോഡ് എന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എറേഴ്സ് ഡിറ്റക്ട് ചെയ്യുന്ന സമയത്ത് എറേഴ്സിനെ നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യായിരുന്നു. ക്ലറിക്കൽ എറേഴ്സും ഉണ്ട്, എറർ ഓഫ് പ്രിൻസിപ്പിളും ഉണ്ട്. ക്ലറിക്കൽ എറേഴ്സിൽ തന്നെ ഒമിഷൻ, കമ്മീഷൻ, ഡ്യൂപ്ലിക്കേഷൻ ആൻഡ് കോമ്പൻസേഷൻ എറേഴ്സും ഉണ്ടായിരുന്നു. അതിൻ്റെ ഓരോ എക്സ്പ്ലനേഷൻസും പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം നിങ്ങൾ ലാസ്റ്റ് മിനിറ്റിൽ ഉറപ്പായിട്ടും വായിച്ചിട്ട് തന്നെ പോകണം. ദെൻ ഫ്രോഡ് എന്തായിരുന്നു എന്ന് പറഞ്ഞത്? ഫോൾസ് റെപ്രസെൻറ്റേഷൻ ഓഫ് വാട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും എൻട്രി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ ഫോൾസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. എൻട്രി മെയ്ഡ് ഇൻറ്റൻഷനലി, ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇൻറ്റൻഷനലി ചെയ്യുന്നതാണ്. എന്ത്? വിത്ത് എ വ്യൂ ടു ഡിഫ്രോഡ് സംബഡി. ഒരാളെ മനഃപൂർവ്വമായിട്ട് ചീറ്റ് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വമായിട്ട് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഒരു ഫോൾസ് റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ ഫ്രോഡ് എന്ന് പറയുന്നത്. ഏതൊക്കെ തരത്തിലുണ്ടായിരുന്നു? മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ്, അതുപോലെ തന്നെ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സ് ഉണ്ടായിരുന്നു. ഫ്രോഡുലന്റ് മാനിപ്പുലേഷൻ, അക്കൗണ്ട്സിൽ നമുക്ക് ഫ്രോഡ് ചെയ്യാമായിരുന്നു. ഈ 3 ടൈപ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെയും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് തന്നെ നിങ്ങൾ വായിച്ചു വയ്ക്കുക, പഠിച്ചു വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ പ്രസൻറ്റ് ചെയ്യുമ്പോഴും വളരെ ഈസി ആയിട്ട് അത് പ്രസൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ അടുത്തത് ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ എന്തായാലും നമ്മുടെ ക്വസ്റ്റ്യനിൽ വരാൻ വളരെ സാധ്യതയുള്ളതാണ്. നമ്മളുടെ ഈ 5 മൊഡ്യൂൾസിലായിട്ട് ഒരുപാട് ഡിഫറൻസ് ബിറ്റ്വീൻ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് അക്കൗണ്ടൻസിയും അതുപോലെ തന്നെ ഓഡിറ്റിങ്ങും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. അതും നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വെച്ചിട്ട് തന്നെ പോവുക. അക്കൗണ്ടൻസി എന്താണെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. അതിൻ്റെ കുറച്ച് ബേസിസ് ഓഫ് ഡിഫറൻസ് മാത്രം നമ്മൾ ഓർത്ത് വെക്കുക. ഓഡിറ്റിംഗ് എന്താണെന്നും ബൈ നൗ നമുക്ക് നന്നായിട്ട് അറിയാം. സോ ഈസി ആയിട്ട് അത് എഴുതാൻ പറ്റും. പിന്നെ ടാക്സ് ഓഡിറ്റ് എന്താണ്, അതുപോലെ തന്നെ പെർഫോമൻസ് ഓഡിറ്റ് എന്താണ്, സോഷ്യൽ ഓഡിറ്റ് എന്താണ് എന്നുള്ള കാര്യങ്ങളൂടെ ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾ ലാസ്റ്റ് മിനിറ്റ് വായിച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊക്കെ ചോദ്യം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
ഡിഫറൻസ് ബിറ്റ്വീൻ ഓഡിറ്റിംഗ് ആൻഡ് അക്കൗണ്ടൻസി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാനായിട്ടൊരു 5 പോയിന്റ്സ് എങ്കിലും നമ്മൾ ഉറപ്പായിട്ട് ഓർത്ത് വെക്കുക. നമ്മളിവിടെ ഒരുപാട് പോയിന്റ്സ് ഡിസ്കസ് ചെയ്തു. എന്തായിരുന്നു ഒരു നേച്ചർ എന്ന് പറയുന്നത്? അക്കൗണ്ടൻസിയുടെ നേച്ചർ എന്തായിരുന്നു? അക്കൗണ്ടൻസി കൺസ്ട്രക്റ്റീവ് ഇൻ നേച്ചർ ആയിരുന്നു. അതേസമയം ഓഡിറ്റിങ്ങിന്റെ നേച്ചർ എന്താണ്? അനലിറ്റിക്കൽ ഇൻ നേച്ചറാണ്. ഈ കീവേഡ്സ് മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി, നിങ്ങൾക്ക് ഫ്രെയിം ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അക്കൗണ്ടൻസി എന്താണ്? കൺസ്ട്രക്റ്റീവ് ആണ്. എന്നാൽ ഓഡിറ്റിംഗ് എന്താണ്? അനലിറ്റിക്കൽ ആണ്. നേച്ചർ ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്, കൺസ്ട്രക്റ്റീവ് ആൻഡ് അനലിറ്റിക്കൽ. അക്കൗണ്ടൻസി കൺസ്ട്രക്റ്റീവ് ആണ്, ഓഡിറ്റിംഗ് എന്താണ്? അനലിറ്റിക്കൽ ആണ്. അതുപോലെ തന്നെ സ്കോപ്പ് എന്തായിരുന്നു? അക്കൗണ്ടൻസിയുടെ സ്കോപ്പ് എന്താണ്? ക്ലാസിഫിക്കേഷൻ. ഓരോ ട്രാൻസാക്ഷൻസിനെ എന്ത് ചെയ്യാണ്? ക്ലാസിഫൈ ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു, എന്നിട്ട് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ത് ചെയ്യുന്നു? പ്രിപ്പയർ ചെയ്യുന്നു. എന്നാൽ നമ്മുടെ ഓഡിറ്റിംഗിന്റെ സ്കോപ്പ് എന്താണ് നോക്കിയാൽ ഡിറ്റർമൈനിങ് ദ റേഞ്ച് ഓഫ് ആക്ടിവിറ്റീസ്, പീരീഡ് ഓഫ് റെക്കോർഡ്സ് ടു ബി എക്സാമിൻഡ്. നമ്മൾ ഈ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന റെക്കോർഡ്സിന്റെ എക്സാമിനേഷൻ ആണ് നമ്മുടെ ഓഡിറ്റിങ്ങിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഒബ്ജക്റ്റീവ്സ് എന്തായിരുന്നു? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഒബ്ജക്റ്റീവ് ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ട്രൂ ആൻഡ് ഫെയർനെസ് കണ്ടുപിടിക്കുക എന്നുള്ളതല്ലേ നമ്മുടെ ഓഡിറ്റിംഗിന്റെ ഒബ്ജക്റ്റീവ്. വെരിഫൈസ് ദ ട്രൂത്ത് ആൻഡ് ഫെയർനെസ് ഓഫ് ദ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് ഓഫ് ദ എൻറ്റിറ്റി. സ്റ്റാറ്റസ് എന്താണ്? അക്കൗണ്ടന്റ് എന്ന് പറയുന്ന ആരാണ്? എംപ്ലോയി ആണ്. എന്നാൽ ഓഡിറ്റർ എന്ന് പറയുന്നത് ആരാണ്? ഔട്ട്സൈഡർ ആണ്. ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ആണ് ഓഡിറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഔട്ട്സൈഡേഴ്സ് ആണ്. ആൻഡ് ഒരു പോയിന്റ് കൂടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഓർത്ത് വെക്കാൻ പറ്റുന്നത് ക്വാളിഫിക്കേഷൻ. അക്കൗണ്ടന്റ് ആവുന്നതിന് ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ, ഒരു ഡിഗ്രി എന്തെങ്കിലും മതിയാവും. ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ നെസസറി അല്ല. പക്ഷേ ഒരു ഓഡിറ്റർ ആവണം എന്നുണ്ടെങ്കിൽ ICA കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ എക്സാം പാസ്സായി വരുന്ന ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഓഡിറ്റിംഗ് എന്നൊരു പൊസിഷനിൽ ഇരിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും പോയിന്റ്സ് എങ്കിലും നിങ്ങൾ മസ്റ്റായിട്ട് ഓർത്തിരിക്കുക. ബാക്കി പോയിന്റ്സ് നിങ്ങൾ വായിച്ച് വെക്കുക. ഇതിലേതെങ്കിലും പോയിന്റ്സ് നിങ്ങൾ മിസ്സായി പോയാൽ എഴുതാൻ വേണ്ടിയിട്ട് മാത്രം മാക്സിമം ഒരു 6 പോയിന്റ്സ് ഒക്കെ എങ്കിലും പഠിച്ചു വെച്ചിട്ട് പോവുക. ദെൻ നമ്മൾ പറഞ്ഞത് ടാക്സ് ഓഡിറ്റ് എന്താണ്, അതുപോലെ തന്നെ പെർഫോമൻസ് ഓഡിറ്റ് എന്താണ്, ആൻഡ് സോഷ്യൽ ഓഡിറ്റ്. ഈ 3 ടൈപ്സ് ഓഫ് ഓഡിറ്റിനെ പറ്റിയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നു ടാക്സ് ഓഡിറ്റ് എന്ന് പറയുന്നത്? ടാക്സ് ഓഡിറ്റ് നമ്മുടെ ഓഡിറ്റ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ എമൗണ്ട് പർപ്പസിന് വേണ്ടിയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എമൗണ്ട് കറക്റ്റ് ആണോ, ഫോർ ദ പർപ്പസ് ഓഫ് ടാക്സേഷന് വേണ്ടിയിട്ട്, ടാക്സേഷൻ്റെ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ടാക്സ് പേയബിൾ ആയിട്ടുള്ള എമൗണ്ട് കറക്റ്റ് ആയിട്ടാണോ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ദ പ്രോസസ് ഓഫ് എക്സാമിനിങ് ആൻഡ് ദ ഓഡിറ്റിംഗ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഫൈനൽ അക്കൗണ്ട്സ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ പർപ്പസ് ഓഫ് ഡിറ്റർമൈനിങ് ദ എമൗണ്ട് ഓഫ് ടാക്സ് പേയബിൾ ബൈ ഇറ്റ്. എത്ര എമൗണ്ട് ഓഫ് ടാക്സ് പേയബിൾ ആയിട്ടുണ്ട് ആ ഒരു കൺസേൺ എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ഓഡിറ്റിനെയാണ് ടാക്സ് ഓഡിറ്റ് എന്ന് പറയുന്നത്. സോ ഡെഫിനേഷൻ വായിച്ചിരിക്കുക. പെർഫോമൻസ് ഓഡിറ്റ് എന്തായിരുന്നു? ഓഡിറ്റ് ഒരു കമ്പനിയുടെ ആക്ടിവിറ്റീസിനെ എന്ത് ചെയ്യുന്നു, അതിന്റെ പെർഫോമൻസിനെ എന്ത് ചെയ്യുന്നു? ഓഡിറ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? അതിന്റെ റിസോഴ്സസ് മാനേജ് ചെയ്യുന്നത് എഫക്റ്റീവായിട്ടും ഇക്കോണമിക്കലായിട്ടും അതുപോലെ തന്നെ എഫിഷ്യൻ്റ് ആയിട്ടുമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പെർഫോം ചെയ്യുന്ന ഓഡിറ്റിനെയാണ് പെർഫോമൻസ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ദെൻ സോഷ്യൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഓരോ കൺസേൺസിനും അതിൻ്റെതായുള്ള സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഏരിയാസ് ഉണ്ട്. അതിന്റെ ഗോൾസ്, അവർ സെറ്റ് ചെയ്തിട്ടുള്ള ഗോൾസ്, ഒബ്ജക്റ്റീവ്സ് എന്ത് ചെയ്യുന്നുണ്ടോ, കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ റീച്ച് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഇവാലുവേഷൻ ആൻഡ് അസസ്മെന്റ് ഓഫ് എ കമ്പനീസ് പെർഫോമൻസ് എഗെയിൻസ്റ്റ് ദ പ്ലാൻഡ് ഗോൾസ് ഇൻ ദ ഏരിയ ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ അവർ വെച്ചിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഇവാലുവേഷൻ അല്ലെങ്കിൽ അസസ്മെന്റ് ചെയ്യുന്നു. കമ്പനിയുടെ പെർഫോമൻസിന് എന്ത് ചെയ്യുന്നു? ഇവാലുവേറ്റ് ചെയ്ത് അസസ് ചെയ്യുന്നത്. അതാണ് സോഷ്യൽ ഓഡിറ്റ് എന്നുള്ളത്. സോ പിന്നെ എന്തായിരുന്നു നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട്? ലിമിറ്റേഷൻസ്. ഓഡിറ്റിങ്ങിന് അഡ്വാൻറ്റേജസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ലിമിറ്റേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ എന്തൊക്കെയായിരുന്നു ലിമിറ്റേഷൻസ് ഉള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇൻആക്യുറസി ഓഫ് എവിഡൻസ്. ഓഡിറ്ററിന് കളക്ട് ചെയ്യാൻ പറ്റുന്ന എവിഡൻസ് ഒരിക്കലും കൺക്ലൂസീവ് എവിഡൻസുകളായിരുന്നില്ല. പെർസ്വേസീവ് ആയിട്ടുള്ള എവിഡൻസുകളായിരുന്നു, കൺക്ലൂസീവ് ആയിട്ടുള്ള എവിഡൻസുകളായിരുന്നില്ല. അതുപോലെ തന്നെ അബ്സല്യൂട്ട് അഷ്വറൻസ് എന്ന് പറയുന്നത് ഒരു 100% അഷ്വറൻസ് ആണ്. പക്ഷേ ഓഡിറ്റിങ്ങിൽ എങ്ങനെയാണ്? ഒരു റീസണബിൾ അഷ്വറൻസ് മാത്രമാണ് കിട്ടുന്നത്. അതൊരു ലിമിറ്റേഷൻ ആണ്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ നമ്മുടെ മാനേജ്മെന്റിന്റെ ഒരു ജഡ്ജ്മെന്റ് അതിലുണ്ടാവും. അതുപോലെ തന്നെ ആ ഒരു ജഡ്ജ്മെന്റ് സബ്ജക്റ്റീവ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പൊ അത് ആ ഒരു ഏരിയയിൽ എന്താണ്, ഈ ഓഡിറ്റിങ്ങിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. ദെൻ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്, അത് ഒരു ലിമിറ്റേഷൻ തന്നെയാണ്.
നമ്മുടെ ഓഡിറ്ററിന് എന്ത് കിട്ടുന്നില്ല, ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനായിട്ട്, നമ്മൾ എവിഡൻസിന്റെ കാര്യം പറഞ്ഞതുപോലെ ഒരു കംപ്ലീറ്റ് ഇൻഫർമേഷൻ നമുക്ക് കളക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ലിമിറ്റേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഓഡിറ്റ് പ്രൊസീജിയേഴ്സിന്റെ രീതിയിൽ അതെന്താവുന്നുണ്ട്, അവിടെ ഒരു ലിമിറ്റേഷൻ ഉണ്ടാവുന്നുണ്ട്. ലിമിറ്റേഷൻ ഓഫ് ടൈം ആൻഡ് കോസ്റ്റ്, അതായത് ഓഡിറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ടൈമിനുള്ളിൽ തീർക്കണം അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കോസ്റ്റിനുള്ളിൽ തീർക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞുള്ള ആ ഒരു പ്രോസസ്സ് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സാമിനേഷൻ, ടെസ്റ്റ് ചെക്കിങ്ങിലൂടെ, സാമ്പിൾ ചെക്കിങ്ങിലൂടെ ഒക്കെ ചുരുങ്ങി പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ലിമിറ്റേഷൻസ്, ഒരു 5 പോയിന്റ്സ് ആണ് ലിമിറ്റേഷൻസ് ആയിട്ടുള്ളത്. സോ ഇത്രയും ഒരു 5 പോയിന്റ്സ് ഇപ്പം തന്നെ പഠിച്ചു വയ്ക്കുക. എന്തൊക്കെയായിരുന്നു? ലാക്ക് ഓഫ് എവിഡൻസ്, അതുപോലെ തന്നെ ലാക്ക് ഓഫ് അബ്സല്യൂട്ട് അഷുറൻസ് നമുക്ക് കിട്ടുന്നില്ല. ദെൻ എന്തായിരുന്നു? ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന്റെ നേച്ചറിൽ നമുക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ദെൻ വാട്ട്? ഓഡിറ്റ് പ്രൊസീജിയേഴ്സിന്റെ നേച്ചർ അനുസരിച്ചിട്ട്. അതുപോലെ തന്നെ ടൈം ആൻഡ് കോസ്റ്റിന്റെ ലിമിറ്റേഷനും ഉണ്ട്. ടൈം ആൻഡ് കോസ്റ്റിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയായിരുന്നു? എവിഡൻസ്, അതുപോലെ തന്നെ അബ്സല്യൂട്ട് അഷുറൻസ്, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, ഓഡിറ്റ് പ്രൊസീജിയർ, ടൈം ആൻഡ് കോസ്റ്റ്. ഇത്രയുമായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നിങ്ങൾ ഇപ്പം തന്നെ പഠിച്ചു പോവുക. ഓക്കെ, സോ ഇത്രയുമായിരുന്നു നമ്മളുടെ മൊഡ്യൂൾ 1-ലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്. മൊഡ്യൂൾ 2-ലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഡിറ്റ് എൻഗേജ്മെന്റ്, ഡോക്യുമെന്റേഷൻ ആൻഡ് എന്തായിരുന്നു, എവിഡൻസസ് എന്നുള്ളതായിരുന്നു നമ്മുടെ സെക്കൻഡ് ആയിട്ടുള്ള മൊഡ്യൂള്. അതിൽ ഓഡിറ്റ് ഫയൽസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഓഡിറ്റ് ഫയൽസ് തന്നെ പഠിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് ടൈപ്സ് ഉണ്ട്, പെർമനന്റ് ഓഡിറ്റ് ഫയൽസ് ഉണ്ട്, കറണ്ട് ഓഡിറ്റ് ഫയൽസ് ഉണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കണം. അതുപോലെ തന്നെ ഓഡിറ്റ് എവിഡൻസസ് എന്താണെന്നുള്ളത് പഠിക്കണം. മസ്റ്റായിട്ട് അതിനെ ഡിഫൈൻ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഒന്ന് മീനിങ് ചോദിച്ചാൽ എഴുതാൻ പാകത്തിന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആൻഡ് എവിഡൻസുകൾ പഠിക്കുന്ന സമയത്ത് മെത്തേഡ്സ് ഓഫ് ഒബ്റ്റെയിനിങ്, ഓഡിറ്റ് എവിഡൻസസ് ഒബ്റ്റെയിൻ ചെയ്യാനുള്ള മെത്തേഡ്സ് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോക്കണം. അതുപോലെ തന്നെ ഓഡിറ്റ് പ്ലാനിങ് എന്താണ് എന്നുള്ളത് ഒക്കെ ഒരു 5 മാർക്സ് ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് ആണ്. മീനിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 2 to 3 മാർക്സ് ഒക്കെ ആയിരിക്കും. ഇതിന്റെ ഫീച്ചറൊക്കെ കൂട്ടി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 5 മാർക്സ് വരെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. മെത്തേഡ്സ് ഒക്കെ നമുക്ക് 5 to 6 മാർക്സിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതുപോലെ തന്നെ ലോങ് ആൻസർ ടൈപ്പ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ വരാം. ലോങ് ക്വസ്റ്റ്യൻസ് ആയിട്ടും നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്ക് വരാവുന്നതാണ്. ദെൻ ഓഡിറ്റ് എൻഗേജ്മെന്റ് എന്താണെന്നുള്ളതും മീനിങ്ങും അതുപോലെ തന്നെ അതിന്റെ ഫീച്ചേഴ്സ്, കാര്യങ്ങൾ, ഒബ്ജക്റ്റീവ്സ് ഒക്കെ നമ്മൾ എന്തായി പഠിച്ചിരിക്കണം. ഓക്കെ, സോ ദെൻ മൊഡ്യൂൾ 3-ലേക്ക് വരുവാണെങ്കിൽ ഇന്റേണൽ കൺട്രോൾ ഓഫ് ദ നല്ല വോളിയം ഉള്ള ഒരു മൊഡ്യൂളാണ്. ഇന്റേണൽ കൺട്രോൾ എന്താണെന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്യാനായിട്ട് കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ICQ, ഇന്റേണൽ കൺട്രോൾ ക്വസ്റ്റ്യനെയർ, ഇന്റേണൽ കൺട്രോൾ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിനെയാണ് ഇന്റേണൽ കൺട്രോൾ ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്, അല്ലേ? സോ ഇന്റേണൽ ചെക്ക് എന്താണ് എന്ന് നമ്മൾ പഠിച്ചിരിക്കണം. നമ്മൾ കഴിഞ്ഞ മൊഡ്യൂൾ 1-ൽ ഡിഫറൻസ് ബിറ്റ്വീൻ അക്കൗണ്ടൻസി ആൻഡ് ഓഡിറ്റിംഗ് പഠിച്ചു. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഇന്റേണൽ കൺട്രോളും ഇന്റേണൽ ഓഡിറ്റും തമ്മിലുള്ള, ഇന്റേണൽ ഓഡിറ്റും ഇന്റേണൽ കൺട്രോളും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ്. ഈ ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ ഈ ഒരു പോയിന്റ്, 4ാമത്തെ പോയിന്റ് പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇന്റേണൽ ഓഡിറ്റ് എന്താണെന്ന് നമ്മൾ പക്കായിട്ട് പഠിക്കും. ഇന്റേണൽ ഓഡിറ്റ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ വാട്ട് ഈസ് ഇന്റേണൽ ഓഡിറ്റ് അല്ലെങ്കിൽ വാട്ട് യു മീൻ ബൈ എന്നൊക്കെ ചോദിച്ചാലും എഴുതാൻ പാകത്തിന് നമ്മൾ ഇന്റേണൽ ഓഡിറ്റിനെ പറ്റി പഠിക്കും. അതുപോലെ തന്നെ ഇന്റേണൽ കൺട്രോളിനെ പറ്റി നമ്മൾ ഒന്നുകൂടെ പഠിക്കും. ദെൻ വൗച്ചിങ് ഓഫ് വേജസ് എങ്ങനെയാണ് വൗച്ച് ചെയ്യുക എന്നുള്ളൊരു ഏരിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വെരിഫിക്കേഷൻ ആൻഡ് വാലുവേഷനിലുള്ള ഓഡിറ്ററിന്റെ ഡ്യൂട്ടി എന്താണെന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു പോയിന്റ് ആണ്. സോ മൊഡ്യൂൾ 3-ൽ ഇത്രയും പോയിന്റ്സ് ആണ്. ഏതൊക്കെയായിരുന്നു? ഇന്റേണൽ കൺട്രോൾ, അതിന്റെ ഡെഫിനേഷൻ, ICQ എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഇന്റേണൽ ചെക്ക്, ഇന്റേണൽ ഓഡിറ്റും ഇന്റേണൽ കൺട്രോളും തമ്മിലുള്ള ഡിഫറൻസ്. വാച്ചിങ്ങിന്റെ കേസിൽ പറയുകയാണെങ്കിൽ എന്താണ് വാച്ചിങ് എന്നുള്ള കാര്യം നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ സ്പെഷ്യലായിട്ട് ഫോക്കസ് ഏരിയ ആയിട്ട് നമ്മൾ വേജസ് എങ്ങനെയാണ് വൗച്ച് ചെയ്യുക എന്നുള്ളതായിരിക്കും പഠിച്ചിരിക്കേണ്ടത്. വെരിഫിക്കേഷൻ ആൻഡ് വാലുവേഷനിൽ ഓഡിറ്ററിന്റെ ഡ്യൂട്ടി എന്താണെന്നുള്ളതും പഠിച്ചിരിക്കുക. അതുപോലെ തന്നെ മൊഡ്യൂൾ 4-ലേക്ക് വരുമ്പോൾ കമ്പനീസ് ആക്ടിനെ ബേസ് ചെയ്തിട്ടാണ്. കമ്പനീസ് ആക്ടിൽ ഒരു ഓഡിറ്റർ എങ്ങനെയാണ് ക്വാളിഫൈ ആവുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഡിസ്ക്വാളിഫൈ ആവുന്നത്, ഇത് രണ്ടും സെപ്പറേറ്റ്ലിയും ചോദിക്കാം, ഒരുമിച്ചും ചോദിക്കാം. ഒരുമിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലോങ് ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. സെപ്പറേറ്റ്ലി ഒരു 5 മാർക്സ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ചോദിച്ച് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, ആരാണ് ഒരു ഓഡിറ്ററായിട്ട് അപ്പോയിൻറ്റഡ് ആവാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. പിന്നെ ഒരു ഓഡിറ്ററിന് എന്തൊക്കെ പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ആണുള്ളത് എന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കണം. ഓഡിറ്റ് റിപ്പോർട്ട്, നമ്മൾ എന്തിനാണ് ഈ ഓഡിറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്? ഒരു ഫൈനൽ ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാൻ. ആ ഒപ്പീനിയൻ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? ഓഡിറ്റ് റിപ്പോർട്ടിലൂടെ. ആ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് എന്താണ്
എന്നുള്ളത് അതിനെ ഡിഫൈൻ ചെയ്യാൻ മീൻ ചെയ്യാനായിട്ട് പഠിച്ചിരിക്കുക. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ട്. ടൈപ്സ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് ഏതൊക്കെയായിരുന്നു? ഒരു 5 ടൈപ്പ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. ക്ലീൻ റിപ്പോർട്ട് എന്താണ്, അതുപോലെ തന്നെ ക്വാളിഫൈഡ് റിപ്പോർട്ട്, അഡ്വേഴ്സ് റിപ്പോർട്ട്, പീസ് മീൽ റിപ്പോർട്ട് ആൻഡ് ദ ഫൈനൽ വൺ ഇസ് ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ റിപ്പോർട്ട്. ഇങ്ങനെ ഒരു 5 പോയിന്റ്സ് നമുക്കുണ്ടായിരുന്നു. സോ ഡിഫൈൻ ഓഡിറ്റ് റിപ്പോർട്ട്, അതുപോലെ തന്നെ ഡിഫൈൻ ഓഡിറ്റ് റിപ്പോർട്ട് ആൻഡ് എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് ചോദിച്ച് ഒരു 5 to 6 മാർക്സിന് ഒരു ക്വസ്റ്റ്യൻ വരുവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡെഫിനേഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ അത് ഡിഫൈൻ ചെയ്യുക. അല്ല മീനിങ് ആണ് ചോദിക്കുന്നത് എങ്കിൽ വാട്ട് ഇസ് നമ്മുടെ മീനിങ് മാത്രം എഴുതിയിട്ട് ഈ 5 പോയിന്റ്സ് വിത്ത് ബ്രീഫ് എക്സ്പ്ലനേഷൻ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് മാത്രം. ക്ലീൻ റിപ്പോർട്ടിന് എന്താണ്, അതിനകത്ത് വേറെ മോഡിഫിക്കേഷനോ റിസർവേഷനോ അതിനകത്ത് വേറെ ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ ഓഡിറ്റർ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് വിത്ത് ദ ഇൻഫർമേഷൻ നമ്മുടെ കമ്പനി കൊടുത്തിട്ടുള്ളത്. എപ്പോഴാണ് കൊടുക്കുന്നത്? ഈ 4 പോയിന്റ് നമ്മൾ വായിച്ചിരിക്കുക. ഹി ഗോട്ട് റീസണബിൾ എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് പ്രകാരമാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആയിട്ട് നോക്കിയപ്പോൾ ഓക്കെ ആണ്. അതുപോലെ തന്നെ എല്ലാ റെലവെന്റ് ഇൻഫർമേഷൻസും ഡിസ്ക്ലോസ് ആയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു ക്ലീൻ കേസ് ആണെന്നുണ്ടെങ്കിൽ ഓഡിറ്റർ കൊടുക്കുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് ക്ലീൻ റിപ്പോർട്ട് ആയിരിക്കും. അതിനകത്ത് വേറെ ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ, റിസർവേഷനോ ഒന്നും അതിനകത്ത് ഓഡിറ്റർ വരുത്തുന്നുണ്ടാവില്ല. ക്വാളിഫൈഡ് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഡ്യൂ ടു ചില റീസൺസ് ഓഡിറ്ററിന് ആ ഒരു കംപ്ലീറ്റ് ഓഡിറ്റിൽ ഒരു റിപ്പോർട്ട് കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. അത് എപ്പോഴൊക്കെയാണ്, ഏതൊക്കെ സാഹചര്യത്തിലാണ്? നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദ അക്കൗണ്ട്സ് പ്രസന്റഡ് ടു ഹിം, മാനേജ്മെന്റ് പ്രസന്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ട്സിൽ എന്തല്ല, സാറ്റിസ്ഫൈഡ് അല്ല. അതുപോലെ തന്നെ ഡിസ്ക്രിപ്പൻസീസ് എന്തെങ്കിലും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ എക്സ്പ്ലനേഷൻസ് ചോദിച്ചിട്ട് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ചോദിച്ചിട്ട് അതിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ മാനേജ്മെന്റ് ഈസ് നോട്ട് പ്രിപ്പയർഡ് ടു മേക്ക് ദ ഡിസൈഡ് ചേഞ്ചസ്, എന്തെങ്കിലും ചേഞ്ചസ് പറഞ്ഞിട്ട് മാനേജ്മെന്റ് അത് ഡിസൈഡ് ചേഞ്ചസ് വരുത്താൻ മുൻകൈ എടുത്തിട്ടില്ല അല്ലെങ്കിൽ അവരത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആർക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഓഡിറ്ററിന് ക്വാളിഫൈഡ് റിപ്പോർട്ട് പ്രൊഡ്യൂസ് ചെയ്യാം. അതുപോലെ തന്നെ അഡ്വേഴ്സ് റിപ്പോർട്ട് എന്താണ്? അത് അഡ്വേഴ്സ് അല്ലെങ്കിൽ നെഗറ്റീവ് ഒപ്പീനിയൻ ആണ് അഡ്വേഴ്സ് റിപ്പോർട്ടിൽ ഉണ്ടാവുന്നത്. പക്ഷേ അതിനകത്ത് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു ടാക്സ് ഓഡിറ്റ് എന്ന് പറഞ്ഞു, പെർഫോമൻസ് ഓഡിറ്റ് എന്ന് പറഞ്ഞു, സോഷ്യൽ ഓഡിറ്റ് എന്ന് പറഞ്ഞു. സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുമല്ലോ. ആ ഒരു സ്പെസിഫിക് പോയിന്റ് അല്ലെങ്കിൽ ആ ഒരു പ്രിൻസിപ്പൽ പോയിന്റ് എന്ത് ചെയ്യുന്നില്ല, സാറ്റിസ്ഫൈ ആവുന്നില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അഡ്വേഴ്സ് റിപ്പോർട്ടായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. പീസ് മീൽ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ആസ് എ ഹോൾ നോക്കുമ്പോൾ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതിനെയാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്? പീസ് മീൽ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ചില ഐറ്റംസിൽ അല്ലെങ്കിൽ ചില ഏരിയാസിൽ ഹി വിൽ ഗീവ് എ ഗുഡ് റിപ്പോർട്ട്, പക്ഷേ ആസ് എ ഹോൾ ഒരു എന്താ പറയുക ക്ലീൻ റിപ്പോർട്ട് കൊടുക്കാനായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പീസ് മീൽ റിപ്പോർട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡിസ്ക്ലെയിമർ റിപ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ അൺഎബിൾ ടു എക്സ്പ്രസ് ആൻ ഒപ്പീനിയൻ ഡ്യൂ ടു സർട്ടൻ റീസൺസ് ഇറ്റ് ബിക്കംസ് എ റിപ്പോർട്ട് വിത്ത് ഡിസ്ക്ലെയിമർ ഒപ്പീനിയൻ, അല്ലെങ്കിൽ ആള് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് അല്ല, ചിലയിടത്ത് ചില പ്രശ്നങ്ങളുണ്ട്, വിത്ത് റീസൺസ് ആളവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെയുള്ള ഒരു റിപ്പോർട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിസ്ക്ലെയിമർ റിപ്പോർട്ട്. അപ്പോൾ ടൈപ്സ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്, ഇത് രണ്ടും കൂടി ഒരു 5 to 6 മാർക്സിന് ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കോർ ചെയ്യില്ലേ? തീർച്ചയായിട്ടും സ്കോർ ചെയ്യണം. നമ്മളുടെ ലാസ്റ്റ് ചാപ്റ്റർ മൊഡ്യൂൾ 5 നമ്മൾ സ്പെഷ്യൽ ഓഡിറ്റ് കേസസും കാര്യങ്ങളുമാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ എന്താണെന്നും പഠിക്കുന്നുണ്ട്. അവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ്, ആരാണ് അപ്പോയിന്റ് ചെയ്യുന്ന, ആളുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, ആളുടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ അതും ഈ പറഞ്ഞ പോലെ 5 to 6 മാർക്സിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. ഗവൺമെൻറ് ഓഡിറ്റ് എന്താണെന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അതിന് ക്ലാസിഫിക്കേഷൻസ് ഉണ്ടായിരുന്നു, 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്, എന്താണെന്നുള്ളത് പഠിച്ചിരിക്കണം. ഇനി സ്പെഷ്യൽ ഓഡിറ്റിൻ്റെ കേസിൽ നോക്കുമ്പോൾ ഹോസ്പിറ്റലിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിരിക്കണം. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഓഡിറ്റിൽ കൺസിഡർ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഇൻകത്തിൻ്റെ കേസിൽ, എക്സ്പെൻഡിച്ചറിൻ്റെ കേസിൽ ഒരു ഹോസ്പിറ്റലിൽ ഓഡിറ്റ് നടത്തുമ്പോൾ ഏതൊക്കെ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിരിക്കണം എന്നുള്ള കാര്യങ്ങളോടെ ചെക്ക് ചെയ്യണം. ഇൻവെസ്റ്റിഗേഷൻ മീനിങ് ചോദിച്ചാലും ഡെഫിനേഷൻ ചോദിച്ചാലും എഴുതാനായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ടൈപ്സ്, ഇൻവെസ്റ്റിഗേഷൻ്റെ ടൈപ്സിലേക്ക് വരുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് രണ്ടാമത്തെ വെൻ ഫ്രോഡ് ഇസ് സസ്പെക്റ്റഡ്, അവിടെ എങ്ങനെയാണ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത് എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. അപ്പം നമ്മൾ ഇത്രയും മൊഡ്യൂൾസിൽ നമ്മൾ ഇത്രയും പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് തന്നെ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്ത് ഈസി ആയിട്ട് പാസ്സായി പോകാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഈ പോയിന്റ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാക്കിയിട്ട് മാത്രം എക്സാമിന് പോവുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.